അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, നമ്മൾക്ക് ഒരു മരണവാർത്ത കേട്ടാൽ, മരണവാർത്ത കേട്ടൊരു മുസ്ലിമും ചെയ്യേണ്ട കുറേ ബാധ്യതകൾ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ കൂട്ടുകാരോ കുടുംബക്കാരോ സ്നേഹിതരോ നാട്ടുകാരോ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ ആ നാട്ടിലുള്ള മുഅ്മിനീങ്ങൾക്ക് ധാരാളം ആ മരണപ്പെട്ട മയ്യത്തിനോട് കടപ്പാടുകളുണ്ട്. ഏതായാലും ആ മുഅ്മിൻ മരണപ്പെട്ടു. ഇനി ആ മുഅ്മിനിനെ ആഖിറത്തിലേക്ക്, ഖബറിലേക്ക് യാത്ര അയക്കുന്ന സമയമാണല്ലോ. അപ്പോൾ എത്രമാത്രം ഭംഗിയോടുകൂടെ ആ മുഅ്മിനിനെ യാത്ര അയക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ അത്രമാത്രം അതിനു വേണ്ടി എല്ലാ മുഅ്മിനീങ്ങളും തയ്യാറാവുക, അവിടെ ഒരുമിച്ച് കൂടുക. അതിനുവേണ്ടി എന്നിലാകുന്ന സഹായ സഹകരണങ്ങൾ എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ചിന്തിച്ച് അതിൻ്റെ പിന്നാലെ നിൽക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു വിഷയമാണ്, വലിയൊരു കൂലിയുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു മരണ വീട്ടിലേക്ക് പോയാൽ നാം അവിടെ ചെയ്യേണ്ട ധാരാളം വിഷയങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയം അതേ ആ മയ്യത്തിനിക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത്. മയ്യത്തിനിക്ക് വേണ്ടി ഓതി കൊടുക്കുക. നമ്മളാൽ കഴിയുന്ന രീതിയിൽ എത്രമാത്രം ആ മയ്യത്തിൻ്റെ പേരിൽ ഖുർആൻ ഓതാൻ കഴിയുമോ, ദിക്റുകൾ ചൊല്ലാൻ കഴിയുമോ, ഇങ്ങനെയുള്ള ധാരാളം ഹദിയകൾ ആ മയ്യത്തിൻ്റെ മേലെ ഹദിയ ചെയ്യൽ ഒരു മുഅ്മിനിൻ്റെ ബാധ്യതയാണ്. മരണപ്പെട്ടാൽ മരണപ്പെട്ടവരുടെ അരികിൽ പോയി ഖുർആൻ ഓതുക എന്ന് പറയുന്നത് അത് ഒരിക്കലും ഇസ്ലാം വിരോധിച്ച കാര്യമല്ല. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ടാൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കിട്ടലാണ് മരണപ്പെടുന്ന സമയത്ത് മരണപ്പെട്ടാൽ തൻ്റെ കുടുംബക്കാർ, തൻ്റെ കൂട്ടുകാർ എനിക്ക് വേണ്ടി ധാരാളം ഖുർആൻ ഓതി ഹദിയ ചെയ്യുക എന്നുള്ളത്. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് റഹ്മത്തിൻ്റെ മലായികകൾ വരും, അള്ളാഹുവിൻ്റെ പൊരുത്തം ഇറങ്ങും, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങും, അള്ളാഹുവിൻ്റെ നിഅമത്ത് ഇറങ്ങും എന്നത് യാഥാർത്ഥ്യമാണല്ലോ, അത് സത്യമാണല്ലോ. അപ്പോൾ ഈ മുഅ്മിൻ ഇനി നേരിടാൻ പോകുന്നത് വലിയൊരു ഭീകരമായ, വലിയൊരു ഭയാനകമായ ഒരു ജീവിതത്തിലേക്കാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഖുർആൻ ഓതുന്ന മുഅ്മിനീങ്ങളുടെ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ആ മയ്യത്തിനിക്ക് റഹ്മത്ത് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും ആ മയ്യത്തിനിക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്ത് ഇതിനുള്ള ജീവിതമൊന്നും എളുപ്പമായി കിട്ടാൻ വേണ്ടി ആ മയ്യത്തിന് വേണ്ടി ദ്വാരക്കുക. ഈ വിഷയം മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു മഹാന്മാരും ആഗ്രഹിച്ചതും അത് തന്നെയാണ്. ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ അടുക്കൽ ധാരാളം ഖുർആൻ ഓത്തുകൾ കിട്ടണം, എനിക്ക് ധാരാളം ദുആ കിട്ടണം, എനിക്ക് ധാരാളം ദിക്റുകൾ കിട്ടണമെന്ന് അതിനു വേണ്ടവർ അധ്വാനിച്ചവരാണ്, അതിനു വേണ്ടവർ വസിയത്ത് ചെയ്തവരാണ്. കൂട്ടത്തിൽ നോക്ക്, ബഹുമാനപ്പെട്ട ഇമാം സഹാബി റളിയല്ലാഹു അൻഹു അവിടുത്തെ മരണത്തിൻ്റെ അവസാന ഘട്ടത്ത് തൻ്റെ വസിയത്ത് എഴുതി വെക്കുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ എഴുതി വെക്കുന്നത് കാണാം. യാ ഇഖ്വാനി ബിതഖ്വല്ലാഹ് വസംഇ വത്വാഅത്ത് വഇദാ ദഫൻത ഫഖ്റഉ ഇൻദ റഅസി ഫാത്തിഹത്തുൽ ബഖറ ഇലൽ മുഫ്ലിഹൂൻ വഖാതിമിഹാ ഇലാ ആഖിരിഹാ. ഓ എൻ്റെ കൂട്ടുകാരെ, ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു തരേണ്ടത് അതേ എൻ്റെ ഖബറിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് നിങ്ങൾ ധാരാളം ഫാത്തിഹ സൂറത്ത് ഓതണം. അതേ ഫാത്തിഹത്ത് സൂറത്ത് ഓതുക. ഫാത്തിഹ സൂറത്ത് പറയുന്നത് അത് ചെറിയ വിഷയമൊന്നുമല്ലല്ലോ, ധാരാളം മഹത്വമുള്ളത്. ഓതേണ്ട രീതിയിൽ ഓതി കഴിഞ്ഞാൽ അതുകൊണ്ട് കിട്ടുന്ന റഹ്മത്ത്, അതുകൊണ്ട് കിട്ടുന്ന ബറക്കത്ത് ചെറുതല്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, എൻ്റെ ഖബറിൻ്റെ അരികിൽ വന്നുകൊണ്ട് നിങ്ങൾ ധാരാളം ഫാത്തിഹ ഓതണം, ബഖറ സൂറത്ത് ഓതണം. അതേപോലെ തന്നെ വഖ്റഉ സൂറത്ത് യാസീൻ വതബാറക വഹ്ദുഹുമാ. വളരെ അടിവരയിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ടവർ ധാരാളം ഖുർആൻ ഓതണമെന്ന് പറഞ്ഞിട്ടും അവിടെ ധാരാളം എനിക്ക് വേണ്ടി നിങ്ങൾ ഓതിത്തരേണ്ടത് നിങ്ങൾ തബാറക സൂറത്താണ്, യാസീൻ സൂറത്താണ് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേ, ഒരു മരണപ്പെട്ട ആൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ സുന്നത്ത് ജമാഅത്ത് അനുസരിച്ച് ജീവിക്കുന്ന ഏതൊരു മുഅ്മിനീങ്ങളും അതേ അവരുടെ ചര്യയാണ്, അവരുടെ സ്വഭാവമാണ്,
അവരുടെ ജീവിത ശൈലിയാണ് മരണവുമായി ബന്ധപ്പെട്ട് യാസീൻ സൂറത്തോതുക, തബാറക സൂറത്തോതുക. അത് ചെറിയൊരു വിഷയമൊന്നുമല്ല, അതേ മഹാന്മാർ പഠിപ്പിച്ചതാണ്. പെടുന്ന മയ്യത്തിൻ്റെ അടുക്കലും മരണപ്പെട്ടതിൻ്റെ ശേഷം ഖബറിൻ്റെ അടുക്കലും ഇനി മരണപ്പെട്ട ആളുടെ മേൽ ഹദി ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഏറ്റവും ഗുണകരമായി ഓതാൻ പറ്റുന്ന, ഓതേണ്ട വളരെ പ്രധാനപ്പെട്ട 2 സൂറത്തുകളാണ് തബാറക സൂറത്ത് ഓതുക, യാസീൻ സൂറത്ത് ഓതുക. അങ്ങനെ ധാരാളം വിഷയങ്ങൾ ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നു. വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നു, അങ്ങനെ ഓതിയിട്ട് ആ ഓതിയ എല്ലാ ഖുർആൻ ഓത്തിന്റെ അതിൻ്റെ കൂലി സവാബ് എന്നിലേക്ക് നിങ്ങൾ ഹദിയ ചെയ്യണം. അതും കൂടി നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും നാം ഓതുന്നു, ആ മയ്യത്തിലേക്ക് ഹദിയ ചെയ്യുന്നു, നാം മറന്നുപോകുന്നു. ആ മയ്യത്തിലേക്ക് ഹദിയ ചെയ്താലേ ആ മയ്യത്തിലേക്ക് എത്തുകയുള്ളൂ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ അവസാനമായി തൻ്റെ കൂട്ടുകാരോട് വസീത്ത് ചെയ്ത കൂട്ടത്തിൽ അവരൊരു ദുആ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നാ നസ്അലുക ബിഹഖി മുഹമ്മദിൻ വആലി മുഹമ്മദിൻ അല്ലാ തുഅദിബ ഹാദൽ മയ്യിത്ത്. അതേ, നിങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് എനിക്ക് വേണ്ടി, ഈ മയ്യത്തിന് വേണ്ടി അല്ലാഹുവേ നീ കാവൽ നൽകണേ. എനിക്ക് വേണ്ടി, ഈ മയ്യത്തിന് വേണ്ടി മുത്തുനബിയെ തവസ്സുലാക്കി നിങ്ങൾ ദുആ ചെയ്യണേ. എൻ്റെ ഖബറിൻ്റെ അദാബിനെ തൊട്ട്, നരകത്തിലെ അദാബിനെ തൊട്ട് നിങ്ങൾ കാവൽ തേടണേ എന്ന് ബഹുമാനപ്പെട്ടവർ തൻ്റെ കൂട്ടുകാരോട് താൻ മരണപ്പെടുന്നതിന് മുമ്പ് ഇനി ഏതായാലും മരണപ്പെടുവാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി തൻ്റെ വസിയത്തുകളൊക്കെയും പറയുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവരെ എഴുതി വെക്കുകയാണ്. തൻ്റെ കൂട്ടുകാരെ മനസ്സിലാക്കാൻ വേണ്ടി ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട ധാരാളം പാഠങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അതേ, നാമുമായി ബന്ധപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുമായി നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഹദിയകൾ ചെയ്യുക, അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക. നാം ധാരാളം നന്മകൾ ചെയ്ത് അവരെ മേൽ സ്വതക്ക ചെയ്യൽ, അവർക്ക് വേണ്ടി ഖുർആൻ ഓതി കൊടുക്കൽ, ഇങ്ങനെയൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടി ഹദിയ ചെയ്ത് കൊടുത്താൽ ആ മയ്യത്തിനിക്ക് വലിയ ഉപകാരപ്പെടും, മയ്യത്തിനിക്ക് വലിയ സന്തോഷപ്പെടാൻ അത് കാരണമാകും. എന്ന് മാത്രമല്ല, ഈ രീതിയിൽ നാം ഒരു കാര്യം ഏറ്റെടുത്താൽ തീർച്ചയായും നമ്മൾ മരണപ്പെട്ടാൽ പല മുഅ്മിനീങ്ങൾ നമ്മുടെ കൂട്ടുകാരുടെ മനസ്സിലും ഇത്തരത്തിലൊരു ചിന്ത അവരെ മനസ്സിൽ അല്ലാഹു ഇട്ടുകൊടുക്കും. നമ്മൾ മരണപ്പെട്ടാൽ നമുക്കും ധാരാളം ഖുർആൻ കിട്ടേണ്ടതാണല്ലോ, നമുക്കും ധാരാളം ദുആ കിട്ടേണ്ടതാണല്ലോ, നമുക്കും ധാരാളം ദിക്റുകൾ കിട്ടേണ്ടതാണല്ലോ. അങ്ങനെ കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള നാമുമായി ബന്ധപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുമായി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നാം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പിന്നിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ വെക്കും. അങ്ങനെ ഒരു പ്രതിഫലം കിട്ടുന്ന രീതിയിൽ നമ്മളെയും അല്ലാഹു ആക്കിത്തീർക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ആക്കിത്തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.